വർത്താനം കേൾക്കണം, ആളെ കാണില്ല, അയാൾ ദൂരൊന്നുമല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെ വർത്താനം പറഞ്ഞെങ്കിൽ അത് ജിന്നന്നേക്കാരം. ഉറപ്പന്നല്ലേ? ഒരു വർത്താനം കേൾക്കണം, ആളെ കാണില്ല, അയാൾ ദൂരൊന്നുമല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെ വർത്താനം പറഞ്ഞെങ്കിൽ അത് ജിന്നന്നേക്കാരം. ഉറപ്പന്നല്ലേ? ഒരു വർത്താനം കേൾക്കണം, ആളെ കാണില്ല, അയാൾ ദൂരൊന്നുമല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെ വർത്താനം പറഞ്ഞെങ്കിൽ അത് ജിന്നന്നേക്കാരം. ഉറപ്പന്നല്ലേ? അപ്പൊ ജിന്നിന്റെ അവിടെ ഹളറത്തുണ്ടല്ലോ, അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്.